ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരു നല്ല നാടൻ കപ്പ മത്തി ബിരിയാണി എന്ന് പറയാം അല്ലേ? അതെ, അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കൂടാതെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ഒരു 10 ഉള്ളി വെച്ച് ഞാൻ കുറച്ച് ഒരു അര സവാളയും കൂടി ഇതേപോലെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അതെല്ലാം ഒരു കുക്കറിലിട്ടാണ് നമ്മൾ വേവിക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ലോണം കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മിക്കൂട്ടി എടുക്കുക. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ഞങ്ങൾ തിരുമുക. അപ്പോൾ കുക്കറിലാണ് ഞാനിത് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഒരു 3 വിസിലടിച്ചാൽ മതി. അപ്പോൾ അതേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി വരഞ്ഞ് ചേർത്ത് കൊടുക്കാം. വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് വരഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് ചെറിയ മത്തിയാണ് കേട്ടോ. ഇനി കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരൊറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. ഒറ്റ വിസിലടിച്ചിട്ട് നമ്മൾ ആവി കളയണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇനി എല്ലാ മത്തിയുടെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മുള്ള് മാറ്റിയ ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ മിക്സ് ചെയ്ത നമ്മുടെ കപ്പയും മത്തിയും ഒരു വാഴയിലേക്ക് മാറ്റി. ഇനി നമുക്ക് കുറച്ച് കടുക് താളിച്ചിടണം. നല്ല വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്ത കടുകും കറിവേപ്പിലെല്ലാം നമുക്ക് നമ്മുടെ കപ്പയുടെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആഹാ, സൂപ്പർ. ഇതിനൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.